കുറ്റ്യാടി മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവള്ളൂരിൽ CPM പ്രവർത്തകർ UDF പ്രവർത്തകനായ സ്വർണ്ണ വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം 43 ഗ്രാം സ്വർണം കവർന്നെടുത്തതായി പരാതി. തന്നെ ആക്രമിച്ച സംഘത്തിലെ സുരേഷാണ് സ്വർണവും ഫോണും എടുത്തതെന്ന് വെട്ടേറ്റ സ്വർണ്ണക്കടയുടമ യൂസഫ് മീഡിയ വണിനോട് പറഞ്ഞു. പോലീസ് വിവേചനപരമായി പെരുമാറുകയാണ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാർക്കൽ അബ്ദുള്ളയും പറഞ്ഞു. കോഴിക്കോട് കുറ്റ്യാടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായിരുന്നു. അതിൽ തിരുവള്ളൂരിൽ UDF പ്രവർത്തകൻ യൂസഫ് എന്ന ആളിന് മാരകമായ വെട്ടേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യൂസഫ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഇതെന്താണ് ശരിക്കും സംഭവിച്ചത്? നിങ്ങൾ ജ്വല്ലറി ഉടമയാണ് അല്ലേ? ജ്വല്ലറി ഉടമ കഴിഞ്ഞ് വരികയായിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? ഷോപ്പ് ക്ലോസ് ചെയ്തു. ഞായറാഴ്ച അക്ഷയ തൃതീയ ആയതുകൊണ്ട് അന്ന് ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കസിനിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ റിഫൈനറി ആവശ്യമായിട്ടുള്ള ഒരു സ്വർണവും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച കോഴിക്കോട് പോകണം. അങ്ങനെ ആ ആവശ്യത്തിനാണ് സ്വർണ്ണം എടുത്ത് കസിൻ്റെ കല്യാണവും കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വലിയ കുണ്ടാറ്റിൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഒളിഞ്ഞിരിക്കുകയും ഒരു 5-10 ആൾക്കാർ ഒന്നായിട്ട് എന്നെ കൊള്ള ചാടി വീഴുകയാണ് ചെയ്തത്. എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ഇവരെൻ്റെ ബൈക്കിന് വാളെടുത്ത് വെട്ടുകയാണ് ചെയ്തത്. വാളുണ്ടായിരുന്നു. വാൾ കൊണ്ടാണ് വെട്ടിയത്. ഹെഡ്ലൈറ്റ് എൻ്റെ വണ്ടിയുടെ ലൈറ്റ് അപ്പം തന്നെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കഴുത്തിന് നേരെ വെട്ടാണ് വരുന്നത്. അത് ഞാൻ ഈ കൈ കൊണ്ട് തടുത്തപ്പോൾ ഈ ഭാഗത്ത് എന്തായിട്ടുണ്ട്, നല്ല മുറിവ് വന്നിട്ടുണ്ട്. പിന്നെ മൊത്തം അടി തന്നെയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ എന്തായിപ്പോയി വെച്ചാൽ അവിടെ വീണ് കിടന്നു പോയിട്ട് പിന്നെ എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ കുറച്ച് അറ്റാക്കിങ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആരാ എന്നെ ചെയ്താൽ ഞാൻ മരണപ്പെട്ടു എന്നുള്ള അവസ്ഥയിലേക്ക് ബോധമില്ലാത്ത അവസ്ഥയായിപ്പോയി. മരിച്ചു എന്നുള്ള വിചാരിച്ചിട്ടായിരിക്കാം അവരെന്തായിട്ട് ഇതിൻ്റെ പോയത്. പക്ഷെ എൻ്റെ കീശയെന്ന് പൊന്നെടുക്കുന്നത് ഫസ്റ്റ് തന്നെ സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ കീശയെ കൈയിട്ടിട്ട് എൻ്റെ മൊബൈലും എൻ്റെ കീശയുള്ള വസ്തുവും എടുത്തിട്ടുണ്ട്. സമ്മർദ്ദിച്ച ആൾക്കാരെ പരിചയമുള്ള ആൾക്കാരാണ്. ഒരുവിധ ആൾക്കാരെല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. എല്ലാ പേരും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് സ്വർണവും മൊബൈലും എടുത്തത്. CPM പ്രവർത്തകനാണ്. CPM പ്രവർത്തകനാണ്. ഈ കാലിന് എന്താ സംഭവിച്ചത്? ഈ കാലിന് പട്ടി കൊണ്ടടിച്ച് ആ പൊട്ടുണ്ട്. പൊട്ടിയത് മാത്രമല്ല എല്ലാ ഭാഗത്തും അടി കൊണ്ട് അടിച്ചിട്ട് എന്ന് വെച്ചാൽ ഫുൾ തുന്നും കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റിച്ചുണ്ട്. ഈ രണ്ട് കാലും നിലത്ത് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പണിക്ക് പോകാനാകുന്നില്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരാൾ മാത്രമാണ് അറസ്റ്റിലായത്. ബാക്കിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പാർക്കൽ അബ്ദുള്ള കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശരിക്കും ഈ കേസിൽ ഒരു പ്രതിയെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ. ഇതിൽ അക്രമം ഉണ്ടായിട്ടുണ്ട്, വെട്ടുണ്ടായിട്ടുണ്ട്, മോഷണം ഉണ്ടായിട്ടുണ്ട്. പോലീസ് നടപടി എങ്ങനെ കാണുന്നു? പോലീസ് മനഃപൂർവ്വം ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് പോലീസാണ്. ഇലക്ഷൻ സമയത്ത് മനഃപൂർവ്വം ഒരു കുഴപ്പം സൃഷ്ടിച്ചു. ഇവിടെ യൂസഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തോ ഭാഗ്യം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ CPMൻ്റെ ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക്, വടകരയിലെ പോലീസിലെ ക്രിമിനലുകൾ, ഗുണ്ടകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ സംഭവങ്ങളിൽ പക്ഷപാതപരമായി പെരുമാറുന്നുള്ള ആരോപണം തന്നെയാണ് മുസ്ലിം ലീഗും UDFും ഉന്നയിക്കുന്നത്. ഷബീർ കല്ലിലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.